ഗീത ഇന്ന് മുതൽ വീണ്ടും പാർലറിലേക്ക് പോവുകയാണ്. വേണമെങ്കിൽ അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. അത് ശരിയാ അപ്പു. നീ ഏത് നേരവും ഇങ്ങനെ മുറിയടിച്ചിരുന്നാ കൂടുതൽ മൂഡ് ഔട്ട് ആവുകയേ ഉള്ളൂ. നീയും കൂടെ എന്നോട് വാ. ഇല്ലമ്മ, ഞാൻ വരുന്നില്ല. അമ്മ പോയിട്ടോ. പാർലറിൽ പോകുന്നില്ലേ? വേണ്ട, നിനക്ക് പുറത്തുപോയി ഒന്ന് ചുറ്റിക്കറങ്ങി വരാലോ. കുറച്ചു നേരം തനിച്ച് നടന്നാൽ കൂടി അത് മനസ്സിനൊരു... പ്ലീസ്. ഇപ്പോ എനിക്ക് ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുമ്പോഴാ മനസ്സിനൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പേടിക്കണ്ട. കുറച്ചു ദിവസം കൊണ്ട് എനിക്കെന്റെ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. എന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്നോർത്ത് വീപ്പി അമ്മയെ വിഷമിക്കണ്ട. ഞാൻ ഓക്കെ ആയിക്കോളും. പക്ഷേ ഇപ്പൊ കുറച്ചു ദിവസങ്ങൾ ഞാനൊന്ന് തനിച്ചായിക്കോട്ടെ വീപ്പി. അതുവരെ എന്നെ ആരും ഒന്നിനെ നിർബന്ധിക്കരുത്, പ്ലീസ്. അപ്പോ നീ ആഗ്രഹിക്കും പോലെ തന്നെ നടക്കട്ടെ. ഒന്നിന്റെ പേരിലും നിന്റെ ട്രീറ്റ്മെന്റും പഠിത്തവും മുടങ്ങരുത്. നിന്നെ ഡിപ്രസ്ഡായി കാണരുന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടത്തിന് വിടുക. എത്രയും പെട്ടെന്ന് നിനക്ക് നിന്റെ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ പറ്റട്ടെ. ഞാൻ പോയിട്ട് വേഗം വരാം. ദീപി വാ. നീ അവളുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ ഡേസമ്മേ? മാളുവിന്റെ മുഖത്തിന് എന്താ കുഴപ്പം? ഞാൻ നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ. അതാ നിന്റെ കുഴപ്പം. നീ പറഞ്ഞതുപോലെ അവള് പെട്ടെന്ന് തിരിച്ചു വന്നതേ നിന്റെ മോന്റെ ഈ പ്രശ്നം അറിഞ്ഞതുകൊണ്ടൊന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതിനിപ്പോ അവൾ ചാടിക്കേറി വന്നിട്ട് പരിഹാരമൊന്നും ഉണ്ടായില്ലല്ലോ. പരിഹാരത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, ഈ സമയത്ത് മാളു ജോബിന്റെ കൂടെ നിന്നാൽ അതൊരാശ്വാസമാകുമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും പെട്ടെന്ന് തിരിച്ചു വന്നത്. ഹേയ്, എനിക്ക് തോന്നുന്നത് ഈ വരവിന് പിന്നില് വേറെന്തോ കാരണമാണെന്ന്. അതല്ലേ അവള് നമ്മളോടൊന്നും മിണ്ടാതെ വന്ന പാടെ കയറി അങ്ങ് അകത്തേക്ക് പോയത്. അവളും ഇതൊക്കെ അറിഞ്ഞ് ആകെ വിഷമിച്ചിട്ടുണ്ടാവും അമ്മച്ചി. അതുകൊണ്ടാവും. അങ്ങനെ അന്നേ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാടേ സുമ്മേ, അവളുടെ ഉള്ളില് എന്തോ ഒരു പിണക്കമുണ്ട്. പിണക്കമുണ്ടെങ്കിൽ അവളിങ്ങോട്ട് വരാതിരിക്കല്ലേ ചെയ്യുക? അതാ ഞാനും ആലോചിക്കുന്നേ. കൂട്ടുകാരെ ആശ്വസിപ്പിക്കാൻ കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ പോവാന്ന് പറഞ്ഞവള് പെട്ടെന്ന് ചാടിക്കറി ഇങ്ങോട്ട് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട്. നീ ഒന്ന് ചെന്നേ നയത്തിൽ അവരെന്തുവാ സംസാരിക്കുന്നെന്ന് നോക്കിയേച്ചു അടേസമേ. വേണ്ട, എന്താന്ന് വെച്ചാ അവര് സംസാരിക്കട്ടെ. അതിനിടയിൽ നമ്മളൊരു കരടാകാൻ പോകുന്നത് എന്തിനാ? ഇനി മാളുവിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവൾക്ക് നമ്മളോട് പറയാലോ. അതവള് പറഞ്ഞിട്ടറിയാന്ന് നീ വിചാരിക്കണ്ട ഡേസുമ്മ. നമ്മുടെ ജോക്കുട്ടന്റെ കൂട്ട് മനസ്സിലുള്ളത് തുറന്നു പറയുന്ന പ്രകൃതക്കാരി അല്ല അവള്. ഇനി എന്നാ ഏതാന്ന് ജോക്കുട്ടോട് ചോദിക്കുമ്പോ അറിയാൻ പറ്റും. ദേമച്ചി, ഇപ്പൊ അവരോടൊന്നും ചോദിക്കാൻ പോകണ്ട. ഒന്നാമതേ അവൻ മനസ്സ് വിഷമിച്ചിരിക്കുക. ആ വിചാരം അവന്റെ കെട്ടിയോൾക്കുണ്ടായാ മതിയായിരുന്നു. പേഷ്യന്റിന് ഫിസിക്കലി എക്സാമിൻ ചെയ്യാതെ ഓവർ ദ ഫോൺ പ്രിസ്ക്രിപ്ഷൻ നൽകാൻ ഹൂ ദ ഹെൽ ആർ യു?
പേഷ്യന്റിന് സഡൻ അറ്റാക്ക് വന്ന സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു എന്നൊരു കംപ്ലൈന്റ് അയാളുടെ റിലേറ്റീവ്സ് റേസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ആരാടോ ഉത്തരം പറയേണ്ടത്? തന്നെയൊക്കെ വിശ്വസിച്ച് ഡ്യൂട്ടി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. ഇനിയിപ്പോ എന്താ ഡോക്ടറുടെ പ്ലാൻ? ഹോസ്പിറ്റലിൽ ജോലി അവസാനിപ്പിക്കേണ്ടി വരുമോ? അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. സാധാരണ ഇത്തരം കേസുകളൊക്കെ ഒന്നെങ്കിൽ ഡോക്ടറിനെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യോ അല്ലെങ്കിൽ സേവനം അവസാനിപ്പിക്കോ, അങ്ങനെയൊക്കെയല്ലേ പതിവ്. സസ്പെൻഡ് ചെയ്യാൻ ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എന്റെ അനാസ്ഥ കൊണ്ടല്ല ആ പേഷ്യന്റ് മരിച്ചത്. അതിപ്പോ നമുക്ക് സ്വയം പറയാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊന്നും ചിന്തിക്കണമെന്നില്ലല്ലോ. അത് മാത്രല്ല, ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു കുറ്റവും ഇല്ലെങ്കിൽ പിന്നെ ചീഫ് എന്തിനാ ഡോക്ടറിനെ ബ്ലെയിം ചെയ്യുന്നത്? അത് ജോർജ് സാറിന് നാണക്കേടിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഡോക്ടർ എപ്പോഴും ജോർജ് സാറിനെ കുറിച്ച് നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി കൂടെയുള്ള ജൂനിയേഴ്സിനെ ബ്ലെയിം ചെയ്യോ? അതും ഡോക്ടർ അയാളുടെ പ്രിയപ്പെട്ട ആളല്ലേ. അങ്ങനെ ഒരാളെ എന്തിനു മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരനാക്കണം? പിന്നെ താൻ എന്താ പറഞ്ഞു വരുന്നത്? തെറ്റ് എന്റെ ഭാഗത്താണെന്നാണോ? എന്നല്ല, പക്ഷെ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് കുറച്ചൊക്കെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. എന്നുവെച്ചാ ഞാനാണ് അയാളുടെ മരണത്തിന് ഉത്തരവാദിയെന്നോ? എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച. നോ, നെവർ. എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയില്ല. എന്റെ സീനിയർ പറഞ്ഞത് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. അത് കാത്ത് ലാബിലാണെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണെങ്കിലും. പിന്നെ ആ സമയത്ത് ഫിക്സ് വന്നത് അത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. മരണകാരണം അതായിരിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട് താനും. പിന്നെ അതൊക്കെ തന്നോട് പറഞ്ഞാൽ തനിക്കെങ്ങനെ മനസ്സിലാവാനാ? അതെ, എനിക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ലല്ലോ. പക്ഷെ മെഡിസിൻ പഠിച്ചവര് മാത്രമാണ് ബുദ്ധിശാലികൾ എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരവാ. ഇപ്പൊ തനിക്ക് എന്നെ കുറ്റക്കാരനായി കാണണമെന്നാണോ ആഗ്രഹം? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡോക്ടർ നിരപരാധിയാണെന്ന് അറിയുന്നത് തന്നെ സന്തോഷം. അത് ഇക്കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും. പക്ഷെ സ്വന്തം ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട്. മാളു, സ്റ്റോപ്പ് ഇറ്റ്. കുറച്ചായി നീ ഇങ്ങനെ മുള്ളു മുനയം വെച്ച് സംസാരിക്കുന്നു. ഒന്നാമതേ മനുഷ്യനിവിടെ ഭ്രാന്തെടുത്തിരിക്കുക. അതിന്റെ കൂടെ താനും കൂടെ ഇങ്ങനെ ചൊറിയാൻ വരരുത്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറ. ഞാൻ എന്ത് ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയെന്ന മാള് പറയുന്നത്? അത് ഈ കാര്യത്തിലല്ല പോലും. പിന്നെ ഏത് കാര്യത്തില് ഞാൻ തന്നോട് ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിച്ചത്? അമ്മയോടൊപ്പം ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചാണോ ഞാൻ കാണിച്ച ഉത്തരവാദിത്വം ഇല്ലായ്മ? അതോ കുറച്ച് ദിവസം കൂടെ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോ അതിന് സമ്മതം മൂളിയതോ? പറ, എന്താ ഞാൻ തന്നോട് ഇറസ്പോൺസിബിൾ ആയി പെരുമാറിയത്? അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നാ ഞാൻ വിചാരിച്ചത്. അതെന്താ അതൊരു വിചാരം മാത്രമായി പോയത്? അതല്ലേ സത്യം? എന്ന് എനിക്കെങ്ങനെ അറിയാം? എന്നെ ഒളിച്ചും മറച്ചും ഓരോന്ന് ഡോക്ടർ ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടുണ്ടാവുന്നല്ല, ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അത് പറഞ്ഞപ്പോ ഡോക്ടർക്ക് എന്താ ഒരു വിളർച്ച? മാളു, പ്ലീസ് എന്റെ പിടിവിട്ട് നിൽക്കുക. നിനക്ക് എന്തെങ്കിലും എന്നോട് തുറന്ന് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആവാം. അതിനിങ്ങനെ കടങ്കഥയുടെ ഭാഷ ഉപയോഗിക്കണമെന്നില്ല. കടവും കഥയൊക്കെ ഡോക്ടർക്ക്, എനിക്കല്ല. ഡോക്ടർ ഇന്നലെ നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നോ? ഒരു 50,000 രൂപ. എന്താ, ട്രാൻസ്ഫർ ചെയ്തിരുന്നോ? ഓർമ്മയില്ലേ? അതോ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണോ? തന്നോട് പറയാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. ആ, 50,000 ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അല്ല, നമ്മുടെ രണ്ടുപേരുടെയും കൂടി അക്കൗണ്ടല്ലേ ഇത്? ഒരാൾ പണം പിൻവലിക്കുമ്പോ മറ്റാൾ കൂടി അറിയണ്ടേ? അത് അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ആ സമയത്ത് തന്നോടത് പറയാൻ പറ്റിയില്ല. എൻ്റെ ഒരു സുഹൃത്തിന് പെട്ടെന്നൊരു അത്യാവശ്യം. അയാൾക്ക് വേണ്ടിയാ ഞാൻ ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത്. 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് മടക്കി തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ആർക്കെങ്കിലും പണം കൊടുക്കോ കൊടുക്കാതിരിക്കോ അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ രണ്ടുപേരും കൂടി ചേർന്നൊരു അക്കൗണ്ട് തുടങ്ങുമ്പോ അതിൽ ഒരാൾക്കൊരു തുക എടുക്കണമെങ്കിൽ
മറ്റേ ആളുടെ അനുവാദം ചോദിക്കുന്നത് തന്നെയാ അതിന്റെ ഒരു രീതിയും മര്യാദയൊക്കെ. അല്ല, ഡോക്ടറുടെ ഏത് സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു പെട്ടെന്ന് ഈ പണത്തിന്റെ ആവശ്യം? അത് എന്റെ ഹോസ്പിറ്റലിൽ ഒരു സുഹൃത്തിന് വേണ്ടിയാ. ആരാ സുഹൃത്തെന്നെങ്കിലും ഒന്ന് പറയേ. ഡോക്ടർ പറയണമെന്നില്ല. ഒന്ന് മെനക്കെട്ടാൽ അക്കൗണ്ട് നമ്പർ വെച്ച് എനിക്ക് ട്രേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. താൻ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും പോണ്ട. അത് ഡോക്ടർ അലീനയ്ക്ക് വേണ്ടിയാ ഞാൻ എടുത്തത്. അത് ഞാൻ ഊഹിച്ചു. ഡോക്ടർക്ക് ഇപ്പൊ അവരുടെ കാര്യത്തില് വളരെ ശ്രദ്ധയും കരുതലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാവും സ്വന്തം ജോലിയിൽ ഇതുപോലുള്ള വീഴ്ചകൾ വരുത്തുന്നത്. അതിന് ചീഫിനെ കുറ്റം പറഞ്ഞിട്ടോ ചീഫ് പക്ഷപാതം കാണിച്ചെന്നോ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എന്റെ ഉത്തരവാദിത്തം മറന്ന് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെയാണെന്നോ? എങ്ങനെ മാളു, എങ്ങനെ തനിക്കിങ്ങനെ പറയാൻ കഴിയുന്നു? ഞാൻ പറഞ്ഞതല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ആ ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? അവർക്ക് പണം കൊടുത്ത് സഹായിക്കാൻ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ? അല്ല, അതിനും വേണ്ടിയുള്ള സേവിങ്സ് ഡോക്ടറിനും ഇല്ലല്ലോ. സമ്മതിച്ചു. എന്റെയും നിന്റെയും കൂടെ പണവാ ഞാൻ എടുത്ത് അലീനയ്ക്ക് കൊടുത്തത്. അത് ദാനമായിട്ടോ സംഭാവനയായിട്ടോ ഒന്നുമല്ല, കടമായിട്ട് തന്നെയാ. തിരിച്ചു തരാന്ന് അലീന എന്നോട് വാക്ക് പറഞ്ഞിട്ടുമുണ്ട്. അവരത് തരികയും ചെയ്യും. ആയിക്കോട്ടെ, സന്തോഷം. എന്റെയും ഡോക്ടറിന്റെയും കൂടി പണമാണെന്ന് ഡോക്ടർക്ക് ഓർമ്മയുണ്ടല്ലോ, അത്രയും നല്ലത്. ഹലോ ജോബിൻ, താനെവിടാണ്? വീട്ടിലാണോ? അതെ ഡോക്ടർ. എന്താ ഡോക്ടർ വിളിച്ചത്? എടോ, താൻ ഹോസ്പിറ്റലിൽ ഒരു അത്യാവശ്യമായിട്ടൊന്ന് വരണം. ആ പേഷ്യന്റ് മരിച്ച സംഭവത്തിൽ ചെയർമാൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. താൻ നിർബന്ധമായി പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. അറിയാലോ, വരാതിരുന്ന അത് വേറെ ഇഷ്യൂലേക്ക് മാറും. അതുകൊണ്ട് ജോബിൻ, യു പ്ലീസ് കം. ശരി ഡോക്ടർ, ഞാൻ ഉടനെ എത്താം. ശരി. അല്ലടേ സുമു, ഇനിയിപ്പോ കൊരങ്ങ ചത്ത കാക്കാലന്റെ കൂട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്നാ ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ എന്നാ ചെയ്താലും മരിച്ച ആളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇനിയെല്ലാം ഒടേ തമ്പുരാൻ എന്നാന്ന് വെച്ചാ അതിന്റെ യുക്തി പോലെ ചെയ്യട്ടെ. ആ, നീ പോയി ജോക്കുട്ടനോട് സമാധാനത്തോടെ ഇരിക്കാൻ പറ. മനുഷ്യന്മാരുടെ കാര്യമല്ലയോ, ചിലപ്പോ ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നും വരും. വേണോന്ന് വെച്ചാൽ അവൻ ആരെയും കൊന്നോന്നും അല്ലല്ലോ. ത്രേസ്യമിച്ച് എന്തൊക്കെയാ പറയുന്നേ? അവന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കയ്യബദ്ധം സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നുകിൽ ഇതിന് പിന്നിൽ ഒരു സത്യവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവനെ ആരോ മനഃപൂർവ്വം ബലിയാടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ ചെറുക്കനും പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ കാര്യം കർത്താവ് തമ്പുരാൻ നോക്കിക്കോളും. നീ എങ്ങോട്ടാ ജോബിൻ? ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അതെന്നാത്തിനാടാ മോനെ? നീ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, പിന്നെ എന്നാത്തിനാ ഉടനെ തിരിച്ചു പോകുന്നേ? പേഷ്യന്റ് മരിച്ച സംഭവത്തില് DMOയുടെ നേതൃത്വത്തിൽ ഒരു എൻക്വയറി ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിൽ മൊഴി കൊടുക്കാനാ ചെല്ലണമെന്ന് പറഞ്ഞത്. കുഴപ്പമാവോടാ ജോക്കുട്ടാ? പോലീസ് കേസൊക്കെ ആവോ? ഒന്നും പറയാൻ പറ്റത്തില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ ജോബിൻ. നിന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിന്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല നിനക്ക്. മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി. പാവം, എങ്ങനെ ചുറുചുറുക്കോടെ നടന്ന കൊച്ചനാ. ഒറ്റ ദിവസം കൊണ്ട് അവൻ ആകെ അങ്ങ് കോലം കെട്ടു. എന്റെ മാതാവേ, ജോക്കുട്ടിന് കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാത്തോളണേ.
ഒരു കൂടും മെഴുകുതിരി തെളിച്ചോളാവേ. എന്നതാടി കൊച്ചേ, വീട്ടിൽ നിന്ന് വന്നപ്പോ മുതല് ഒരുമാതിരി മോന്ത് വീർപ്പിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ വല്ല സൗന്ദര്യപ്പിണക്കം ഉണ്ടായോ? എനിക്കാരോടും പിണക്കവും പരിഭവമൊന്നുമില്ല. ദേ, അവനാകെ ആലയെ തീപിടിച്ച് നിൽക്കുക. ഈ സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാര്യം കതിരാണെങ്കിലും പതിരാണെങ്കിലും ഇപ്പൊ അവന്റെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം കെട്ടിയോളായ നിനക്കും ഉണ്ട്. അത് നീ മറക്കണ്ട. എന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്വന്തം ഉത്തരവാദിത്തം മറക്കുന്നവരാ ഇടയ്ക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്. അതെന്നാടി കൊച്ചേ, നീ ഒരുമാതിരി കൊത്തും കൊളുത്തും വെച്ച് സംസാരിക്കുന്നേ? ഞങ്ങളുടെ ജോക്കുടിന് എന്നാ ഉത്തരവാദിത്ത കുറവ് കാണിച്ചെന്നാ നീ പറയുന്നേ? ഡേസമോ, ഇവളുടെ മനസ്സിലിരിപ്പ് കണ്ടോ? കെട്ടിയവന് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇവളുടെ നാക്കേന്ന് ഇവിടെ നല്ല വർത്തമാനം കേട്ടോ നീ? മതി മതി, ഇനി അതേപ്പറ്റി ആരും പറഞ്ഞു കൂടുതൽ വഷളാക്കണ്ട. മോളെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. അതെന്താണെങ്കിലും അത് ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. പക്ഷെ അതുപോലെയല്ല ജോബിൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. സംഭവിച്ച വീഴ്ച നീ പറഞ്ഞതുപോലെ അവന്റെ ഉത്തരവാദിത്വക്കുറവ് കൊണ്ടാണെങ്കിൽ അതിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചോട്ടെ. എനിക്കതിൽ സങ്കടമില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാതെയാണ് അവനെ എല്ലാവരും കൂടി കുറ്റവാളിയാക്കാൻ നോക്കുന്നതെങ്കിൽ എനിക്കത് സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയില്ല. നിനക്കും അങ്ങനെ തന്നെ ആവൂന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ മനസ്സിൽ നിന്ന് മറ്റെല്ലാം മാറ്റിവെച്ച് അവന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്ക്. ഇപ്പൊ അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. ഇങ്ങനെയുണ്ടോ പെങ്കൊച്ചുങ്ങള്? ഇതിനെയൊക്കെ കൂട്ടത്തെ കൂട്ടി അവനെ പറഞ്ഞാ മതിയല്ലോ. ലീവ് ഇറ്റ് ജോബിൻ. താൻ ഈ കാര്യത്തിൽ തെറ്റുകാരനല്ലെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, തന്നെ അടുത്തറിയാവുന്ന തന്റെ കൊളീഗ്സിനും ഈവൻ മാനേജ്മെന്റിന് പോലും സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ചീഫ് തന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്താന് താൻ എന്തിനെങ്ങനെ വെറീഡാവുന്നേ? ഒരു ഡോക്ടറായി പ്രൊഫഷനിൽ ആദ്യമായി ജോയിൻ ചെയ്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഓർത്തെടുത്ത ദിവസം തന്നെ എൻ്റെ മനസ്സിൽ ഞാനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. എൻ്റെ പ്രൊഫഷനിലോ കരിയറിലോ 1% പോലും ഇറസ്പോൺസിബിളായി പെരുമാറില്ലെന്നോ, എൻ്റെ കൈപ്പിഴ കാരണം ഒരു ജീവൻ പോലും അപകടത്തിലാവാൻ കാരണക്കാരനാവരുതെന്നും. പക്ഷെ ഇപ്പോ ഇവിടെ ആ പേഷ്യന്റിന്റെ മരണം നിന്റെ കൈപ്പിഴ കൊണ്ടോ നിന്റെ അനാസ്ഥ കൊണ്ടോ അല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോ നിനക്കത് ബോധ്യമാവുകയും ചെയ്യും. പിന്നെ എന്തിനാ നീ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നേ? എനിക്കറിയില്ല അലീന. എൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വസ്ഥത പടിയിറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ സ്വകാര്യ ജീവിതത്തിലും പ്രൊഫഷനിലും ഇപ്പോ ഒരിടത്തും എനിക്ക് സമാധാനം ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഞാൻ കാരണമാണോ? പറയൂ ജൂബിൻ, ഞാൻ കാരണമാണോ നിന്റെ സ്വസ്ഥതയില്ലാതെ പോയത്? അലീന പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും മീൻ ചെയ്തിട്ടില്ല. എന്താണ് കാരണമെന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. അതാ എന്റെ പ്രശ്നം. നോക്ക്, ആവശ്യമില്ലാത്ത ടെൻഷനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിന്റെ സ്വസ്ഥത കെടുത്തുന്നത്. ഇപ്പൊ തന്നെ ആ പേഷ്യന്റിന്റെ കാര്യം എടുത്തു നോക്കി. ചീഫ് ആ സമയത്ത് നിന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിന്റെ വഴക്ക് പറഞ്ഞ്. അത് നീ വലിയ ഇഷ്യൂ ആക്കി എടുത്തിരിക്കുന്നു. സാധാരണ നമ്മളെ പോലുള്ള എല്ലാ ജൂനിയേഴ്സിനും ഇത് സംഭവിക്കാറുള്ളതാ, ഇത്തരം കൊച്ചു കൊച്ചു അബദ്ധങ്ങള്. ജോയിൻ ചെയ്ത് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് സ്റ്റെല്ല മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ എത്ര വഴക്ക് കേട്ടിരിക്കുന്നു. അതൊക്കെ സ്പോർട്ടീവായി എടുക്കണം, അല്ലാതെ അതൊരു വലിയ ഇഷ്യൂ ആയി എടുക്കുന്നതാണ് നിന്റെ കുഴപ്പം.